ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹാ ഹാ ഹദോസ്മ്യഹം ഹാ ഹാ ഹദോസ്മ്യഹം ഹാ ഹേത് കേട്ടിതു മാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല. കേനവാഹന്തഹദോഹം വിധിവൃഥ പാർത്തിരിക്കുന്നു മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടു തണ്ണീർക്ക് ദാഹിക്കയാൽ. ഇത്തരം മർത്യനാദം കേട്ടു ഞാൻ അതിസ്ത്രസ്തനായി തത്ര ചെന്നത്തലോടും തഥാ. താപസബാലകൻ പാദങ്ങളിൽ വീണ് താവേന ചൊന്നാൻ മുനിസുതനോടു ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ, മമാപരാധിനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാ വിവശനായി യാന തണ്ണീർ കുടിക്കും നാദമെന്നോർത്ത് ബാണമെയ്തേനതി പാപിയായോരു ഞാൻ. പ്രാണൻ കളയുന്നതുണ്ടിന് വൈകാതെ പാദങ്ങളിൽ വീണ് കീണിടുമെന്നോട് ഖേദം കലർന്നു ചൊന്നാൻ പുലിബാലകൻ. കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കൊടുക്ക നീ തണ്ണീർ കൊടുത്തിന്. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക, സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടതാതിനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിക നീ. പ്രാണങ്ങൾ പോകാഞ്ഞ് പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതെയ്തുമേ എന്നതു കേട്ട് ശല്യോദ്ധാരണം ചെയ്ത് പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടേക്കതി സംഭ്രമത്തോട് ഞാൻ തെല്ലും ദശാന്തരെ. വൃദ്ധതയോട് നേത്രങ്ങളും വേറുപെട്ട അർദ്ധരാത്രിക്ക് വിശന്നു ദാഹിച്ചഹോ. വർത്തിക്കുമെങ്ങൾക്ക് തണ്ണീർക്ക് പോയൊരു പുത്രനെന്നു മറന്നു കളഞ്ഞിതു. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധു മൽപാദവിന്യാസജധ്വനി കേൾക്കായി. കാൽപ്പര്യമാറ്റം മതീയം തഥാ കേട്ട് താൽപ്പര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്ത് മൂലം മമ നന്ദന, വേഗേന തണ്ണീർ തരിക നീ സാദരം. യുദ്ധമാകന്യ ഞാൻ ദമ്പതിമാർപദം ഭക്ത്യാ നമസ്കരിച്ചത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ച തന്നേരം. പുത്രനല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രോ വനാന്തേ മൃഗയാ വിവശനായി ശാർദൂലമുഖ്യമൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയ. കുംഭത്തിൽ നീതകം പുക്ക ശബ്ദം കൊണ്ടു കുംഭീവരൻ നിജ തുമ്പിക്കരൻ തന്നിൽ അമ്പസ്സു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെ അതുമ്പലാൽ. പുത്രന് കൊണ്ട നേരത്ത് കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നീടിനേൻ. ബാലനെ കണ്ട് നമസ്കരിച്ചേനേതു മൂലം അവനും എന്നോട് ചൊല്ലിയിടിനാൻ. കർമ്മമത്രയും അവ വന്നിതു തവ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ. കണ്ണും പൊടിഞ്ഞ് വയസ്സുമേറെ പൂക്ക പർണശാലാന്തേവി ചെന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്ക് തണ്ണീർ കൊടുക്ക എന്നോട് ചൊല്ലിനാൻ. ഞാനത് കേട്ടുടറ്റോട് വന്നേനിനി ജ്ഞാനികളാ നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമിന്നിയെ മറ്റില്ല പാപിയായോരടിയനെന്നവലംബനം. ജന്തു വിഷയകൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ. യുദ്ധമാകന്യ കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാർ. പുത്രൻ എവിടെ കിടക്കുന്നു ഭവാൻ, തത്ര ഇവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനത് കേട്ടവർ തമ്മയടുത്തതി ദീനതയോട് മകനുടൽ കാട്ടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവർ എന്നോട് ചൊല്ലിനാർ. നീ ഇനി നല്ല ചിത ചമച്ചിടേണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ. തത്ര ഞാനും ചിത കൂട്ടിയന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്ന് മൂവരും വൃത്രാരി ലോകം ഗമിച്ചു വാണിയിടിനാർ. വൃദ്ധത ബോധനൻ എന്നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായതു താപസവാക്യമായതും വരാ. മാനവനേവം പറഞ്ഞു വിലാപിച്ച് പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാർ. ഹാ രാമ രാമപുത്ര, ഹാ സീതേ ജനകജേ, ഹാ രാമ ലക്ഷ്മണ, ഹാ ഹാ ഗുണാംബുധേ. നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുലരിങ്ങനെ വന്നത് കൈകേയി സംഭവം.
രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പൊക്കൂ സുരാലയം. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ട് വസിഷ്ഠമുനീന്ദ്രനും മന്ത്രികളോടു മുഴറി സസംഭ്രമം അന്തഃപുരമകമ്പുക്കരുളി ചെയ്തു. തൈലമയദ്രോണി തന്നിലാക്കൂ ധരാപാലകൻ തന്നുടൽ കേടുവന്നീടായ്വാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും